നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ കേരള എൻട്രൻസ് റിസൾട്ട് വരുന്ന സമയത്ത് കാറ്റഗറിയിൽ 2ാം റാങ്ക് വാങ്ങിയും അതുപോലെ തന്നെ 12ാം റാങ്ക് വാങ്ങിയ ഗോപികയും അതുപോലെ ദേവികയും കുട്ടികളെയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ +2 ക്ലാസ്സുകൾക്കൊപ്പം തന്നെയാണ് അവർ നീറ്റ് ക്രാക്ക് ചെയ്ത് നല്ല റിസൾട്ട് നല്ല റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ +2നൊപ്പം നീറ്റ് എൻട്രൻസ് എക്സാം കിട്ടൂല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അവരോട് നമുക്ക് അവരുടേതായ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് ഗോപിക. ഇക്കൊല്ലത്തെ നീറ്റ് പരീക്ഷയിൽ 2nd റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഈ വിജയത്തിന് കാരണം എൻ്റെ മാതാപിതാക്കളും അതേപോലെ ഹാർവസ്റ്റിലെ എൻ്റെ ടീച്ചേഴ്സും അവിടെ കൂടെ എല്ലാ അംഗങ്ങളുമാണ്. +2 പരീക്ഷേൻ്റെ കൂടെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഏറെ അഭിമാനം ഉണ്ട് അതിന്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു +2ൻ്റെ കൂടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താലേ അങ്ങനെ കിട്ടാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെ അവിടെ പോയ ദിവസം തന്നെ അവിടുത്തെ ഡയറക്ടർ സാർ അൻസാർ സാറ് ഞങ്ങളെ വിളിച്ച് നല്ല രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു നീറ്റ് എന്ന രീതി ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. അതേപോലെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കോച്ചിങ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതിന് കൂടെയുള്ള എക്സാമുകളും അതേപോലെ രാത്രിയിലുള്ള ചില ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇക്കൊല്ലത്തെ +2 പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നീറ്റും ലക്ഷ്യം വെച്ചിട്ട് വേണം പഠിക്കാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പേര് ദേവിക. കഴിഞ്ഞ നീറ്റ് എക്സാമിൽ എനിക്ക് കാറ്റഗറി റാങ്ക് 12ആണ്. ഈ കഴിഞ്ഞ +2 എക്സാമിൻ്റെ കൂടെ തന്നെയാണ് എനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത്. സപ്പോർട്ട് ചെയ്ത ഞങ്ങളെ ടീച്ചേഴ്സിനും വാർഡന്മാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. വിചാരിക്കുന്ന പോലെ അത്ര ടഫ് ഒന്നുമല്ല എക്സാം. നന്നായി പഠിച്ചാൽ എല്ലാവർക്കും പഠിച്ചവർക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്.